സാറ് ഞെട്ടിപ്പോയൊരു കണ്ടെത്തൽ എന്തായിരുന്നു? പോയ കണ്ടെത്തൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനകത്തെ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഉൾപ്പിരിവുകളാണ് എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് പറഞ്ഞാൽ, സെൻറ്റ് തോമസിൻ്റെ പേരിൽ തന്നെ 5 സഭകളോ മറ്റോ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തെ പോലെ വളരെ ചെറിയ മൈനോറിറ്റി ക്രിസ്ത്യൻസ് ഉള്ള ഒരു സമൂഹത്തിൽ തന്നെ 5 സെൻറ്റ് തോമസിൻ്റെ പേരിൽ 5 സഭകളും 5 മെത്രാന്മാരും 5 മെത്രാപ്പോലീത്തമാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യാത്മക കാര്യം. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്നിടത്ത് ഇവർ തമ്മിലുള്ള ആന്തരികമായ ആത്മീയമായ വൈരുദ്ധ്യങ്ങൾ, ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇവർ പരസ്പരം കൊന്നിട്ടുള്ള കഥകൾ, ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞാൻ മുമ്പേ എപ്പോഴോ സൂചിപ്പിച്ചു, ഹഗാ സോഫിയ എന്ന് പറയുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം AD 300 മുതൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കുന്നത്